ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ കൂടി ചുമത്തി. കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റാനും അന്വേഷണ സംഘം അപേക്ഷ നൽകി. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും എ പത്മകുമാർ സാവകാശം തേടി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എൻ വാസുവിന് കൂടുതൽ കുരുക്കുമുറുകുന്നതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ കവർച്ച, ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. ഇതോടൊപ്പമാണ് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ്. അഴിമതി നിരോധന നിയമം കൂടി വന്ന സാഹചര്യത്തിൽ കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റും. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ 2 ദിവസത്തെ സാവകാശം വേണമെന്ന് പത്മകുമാർ ആവശ്യപ്പെട്ടു. ബന്ധുവിന്റെ മരണം സംഭവിച്ച സാഹചര്യത്തിലാണിത്. പത്മകുമാറിനെ വൈകാതെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ബോർഡ് അംഗങ്ങളുടെ കൂടി അറിവോടെയാണ് കൊള്ള നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ഇന്നലെ അറസ്റ്റ് ചെയ്ത വാസുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇതിലൂടെ അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ പങ്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. മീഡിയ 1 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ UDF സെക്രട്ടേറിയറ്റിലേക്ക് KPCC നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ എൻ വാസുവിന് പിന്നിൽ ഗോഡ് ഫാദർ ഉണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. വാസുവിന് CPM അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ലേ, രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവസ്വം മന്ത്രി. എങ്ങനെ പറ്റും? മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ, കോടായിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ഒരു ഇല അനങ്ങെങ്കിൽ പാർട്ടി അനങ്ങാതെ, പാർട്ടിനെ ഇപ്പം പറയാൻ പറ്റില്ല, പിണറായി പറയാതെ അനങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വീടിന്റെ തറവാട്ടിലെ കട്ടിളിയും കട്ടോണ്ട് പോയി, പിന്നെ വാതിലും കട്ടോണ്ട് പോയി നടന്നു പോകുന്ന ഒരു മാന്യനെ വിളിച്ച് ഇനി വീട് നിങ്ങൾ കാത്തോ എന്ന് പറയുന്നത് പോലെയാണ് ശ്രീ ജയകുമാറിനെ പിടിച്ച് വീണ്ടും ദേവസ്വം പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ശബരിമല പ്രധാന വിഷയം തന്നെയാകുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് വിശ്വാസികളുടെ വികാരത്തെയും വിശ്വാസത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ഭക്തരെ വ്രണപ്പെടുത്തിയ സർക്കാർ നടപടിക്ക് തിരിച്ചടി ഉണ്ടാകും. വിജയം മാത്രം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് BJP നടത്തുന്നതെന്നും കുമ്മനം മീഡിയ 1നോട്. കൊല്ലത്ത് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കൊല്ലത്തെ ജനങ്ങൾ LDFും UDFും കണ്ടു മടുത്തവരാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരം, അവരുടെ വിശ്വാസം, അവരുടെ സങ്കല്പം, അവരുടെ അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ അവർക്ക് പരമപ്രധാനമാണ്. അതിന് അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവർ രണ്ടുപേരും ഉയർത്തുന്ന ഏത് വെല്ലുവിളികളെയും ഭീഷണികളെയും ചങ്കൂറ്റത്തോടുകൂടി നേരിടാൻ, എതിരിടാൻ, അതിജീവിക്കാനുള്ള കരുത്ത് ഭാരതീയ ജനതാ പാർട്ടി NDAക്കുണ്ട്. അത് കേരളം തെളിയിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കൊല്ലം കോർപ്പറേഷനിൽ സീറ്റ് ചർച്ച പൂർത്തിയാക്കാനാകാതെ LDF 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് നിലപാട്. കൊച്ചി കോർപ്പറേഷനിൽ 70 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചെങ്കിലും കൊല്ലം കോർപ്പറേഷനിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. കേരള കോൺഗ്രസ് ഉടക്കിയതോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത്. 2 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. കഴിഞ്ഞ തവണ മത്സരിച്ച പോർട്ട് ഡിവിഷൻ കിട്ടിയേ തീരൂ എന്നാണ് ആവശ്യം. പോർട്ട് സീറ്റ് CPIക്ക് നൽകാനുള്ള തീരുമാനത്തിലാണ് പ്രതിഷേധം. LDF ഐക്യത്തോടെ തെരഞ്ഞെടുപ്പ് നേരിടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷനിലെ 70 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 6 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. അതൊന്ന് പൂണിത്തുറയാണ്, മറ്റൊന്ന് മട്ടാഞ്ചേരിയും ഗിരിനഗറുമാണ്. കടവന്ത്രയും പെരുമാനൂരും പനമ്പള്ളി നഗറും, ഈ പറഞ്ഞ 6 ഒഴികെയുള്ള ബാക്കി 70 ഡിവിഷനുകളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത്. തർക്കങ്ങൾ പരിഹരിച്ച് 2 ദിവസത്തിനകം പൂർണ്ണമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതാക്കൾ. മീഡിയ 1 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ LDFൽ പൊട്ടിത്തെറി. പരസ്യ പ്രതികരണവുമായി RJD നേതാവ് MV ശ്രേയാംസ് കുമാർ രംഗത്ത് വന്നു. LDFൽ JDSന് ലഭിക്കുന്ന പരിഗണന RJDക്ക് ലഭിക്കുന്നില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ശ്രേയാംസ് തുറന്നടിച്ചു. മുന്നണി മാറ്റം ഇപ്പോൾ ചർച്ചയിലില്ലെന്നും RJD നേതാവ് ശ്രേയാംസ് കുമാർ അറിയില്ല. അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മുന്നണിയിൽ ഘടകകക്ഷികൾ കൂടുതലുള്ളപ്പം ചില ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും.
അതൊക്കെ മുന്നണി സംസാരിച്ച് നമ്മൾ പരിഹരിക്കും. വ്യക്തിപരമായ കാര്യങ്ങൾ അത് ഇനിയും കാണുന്നതിന് കാര്യങ്ങൾ അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്കങ്ങനെ വിലക്കേർപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് സാധിക്കില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും എനിക്ക് പല ആൾക്കാരുമായി ബന്ധമുണ്ടാവും. ഞാൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, മറ്റു മേഖലകളിലുമില്ലേ. തിരുവനന്തപുരം പാങ്ങോട് മുൻ RSSകാരനെ CPI സ്ഥാനാർത്ഥിയാക്കിയതിൽ വിശദീകരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS ആശയം വെടിഞ്ഞ് 1000 പേർ വന്നാലും സ്വീകരിക്കും. ഇടതുപക്ഷ ബോധം വരാൻ 1 മാസം വേണ്ട, 1 ദിവസം മതിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. RSS രാഷ്ട്രീയം വെടിഞ്ഞ് ആ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഒരാളല്ല 1000 പേർ വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ആ ആശയത്തെ വെടിയണം, ആ വഴിയെ കുഴിച്ചു പോടണം. അത് എൻ്റെ വഴി അല്ല എന്ന് പറയണം, ആ വഴി തെറ്റാണെന്ന് പറയണം. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവർ ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യും. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ വിഷയം അതല്ല, അത് വേറെ കാര്യം. കാക്ക മലന്ന് പറക്കട്ടെ, അപ്പോൾ അത് പറയാം. കാക്കയില്ലേ കാക്ക, അത് മലന്ന് പറക്കുമ്പോഴത്തെ ആലോചിക്കുക കാര്യം. ഇടതുപക്ഷ ബോധം വരാൻ 1 മാസം വേണ്ട, 1 ദിവസം മതി. കണ്ണൂർ കോർപ്പറേഷനിലെ UDF സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി തുടരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി ലീഗ് ഉണ്ടാക്കിയ കരാറിനെ ചൊല്ലിയാണ് പ്രതിസന്ധി. കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് മുൻ ഡെപ്യൂട്ടി മേയർ PK രാഗേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റുകളിലും ലീഗ് കോൺഗ്രസ് ചർച്ചയിൽ ധാരണയായിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനിയും മുസ്ലിം ലീഗ് പ്രസിഡന്റ് T കുഞ്ഞുമുഹമ്മദും അംഗീകരിച്ച കരാർ പ്രകാരം വാരൻ ഡിവിഷൻ ഇത്തവണ മുസ്ലിം ലീഗിന് അനുവദിക്കണം. ഇതിനൊപ്പം മറ്റ് 2 സീറ്റുകൾ കൂടി ലീഗ് അധികമായി ചോദിച്ചിരുന്നു. ഒടുവിൽ വാരം മാത്രം അനുവദിച്ചാൽ മതിയെന്ന് ലീഗ് നേതൃത്വം നിലപാട് മയപ്പെടുത്തിയെങ്കിലും ലീഗിന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ തങ്ങൾക്ക് നൽകണമെന്ന കോൺഗ്രസിന്റെ കടുംപിടുത്തത്തോടെ സമവായ ചർച്ച മുടങ്ങിയിരിക്കുകയാണ്. കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള K സുധാകരൻ പ്രശ്നത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഭരണം നിലനിർത്താമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിനു മുന്നിൽ പ്രതിസന്ധി തീർത്ത് PK രാഗേഷും കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. 15 ഡിവിഷനുകളിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനാണ് രാഗേഷിന്റെ നീക്കം. അതിനകത്തുള്ള 2-3 പേര് നിയന്ത്രിക്കുന്ന ഒരു കോക്കസാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ആ കോക്കസിന്റെ മനോഭാവവും കോക്കസിന്റെ നിലപാടുകളും മാറാതെ കോൺഗ്രസുമായി സഹകരിക്കണോ വേണ്ടിയോ എന്നത് വളരെ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോൾ ഏകദേശം 15-ലധികം സ്ഥാനാർത്ഥികളെ ഐക്യജനാധിപത്യ സംരക്ഷണ സമിതിയുടെ ലേബലിൽ മത്സരിപ്പിക്കുന്നതിന് ഏകദേശം ധാരണയായിട്ടുണ്ട്. LDFുമായി സീറ്റ് ചർച്ച നടത്തിയിട്ടില്ലെന്ന് രാഗേഷ് പറയുന്നുണ്ടെങ്കിലും അണിയറ നീക്കങ്ങൾ സജീവമാണ്. രാഗേഷിനെ കൂട്ടുപിടിച്ച് കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനാകുമോ എന്നാണ് LDFിന്റെ ആലോചന. കണ്ണൂരിലെ തർക്കം തുടരുന്നതിനിടെ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനമാണ് UDFിനെ കുഴക്കുന്നത്. സീറ്റ് ചർച്ച അനിശ്ചിതത്വത്തിലായതോടെ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ആവശ്യം കോട്ടയത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. 3 ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് അണികളുടെ ആവശ്യം. മീഡിയ 1 കണ്ണൂർ, കോട്ടയം. പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി BJPയിൽ തമ്മിലടി തുടരുന്നു. C. കൃഷ്ണകുമാർ വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തു. വിഷയത്തിൽ RSS നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലും NDA സീറ്റ് വിഭജനത്തിൽ ധാരണയായിട്ടില്ല. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാനും BJP സംസ്ഥാന ട്രഷററുമായ E. കൃഷ്ണദാസ്, ദേശീയ കൌൺസിൽ അംഗം N. ശിവരാജൻ അടക്കമുള്ളവരെ ഒഴിവാക്കി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം. തനിക്ക് സീറ്റ് നിഷേധിച്ചതിനെതിരെ RSSനെ സമീപിച്ചിരിക്കുകയാണ് N. ശിവരാജൻ. പരസ്യമായി പ്രശ്നങ്ങളില്ലെന്ന് പറയുമ്പോഴും വലിയ ഗ്രൂപ്പ് പോരാണ് പാലക്കാട്ടെ BJPയിൽ നടക്കുന്നത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി തന്നെ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ലെങ്കിൽ മത്സരിക്കില്ല. എങ്ങനെയാണ് കുത്തണ്ട, മത്സരിക്കില്ല. അതിലൊന്നും എന്നെ കിട്ടില്ല. കടുത്ത വിഭാഗീയതയെ തുടർന്ന് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച് മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് താഴെ അധിക്ഷേപ കമന്റുകളാണ് BJP പ്രവർത്തകർ ഇടുന്നത്. 4 പേർ അറിയാൻ കാരണം BJP ആണെന്നും പോകുമ്പോൾ പ്രസ്ഥാനത്തിന്റെ പള്ളയ്ക്ക് കുത്തിയാണോ പോകുന്നത് എന്നുമാണ് ചോദ്യം. പ്രിയ അജയൻ അവസരവാദിയാണെന്നും FB പോസ്റ്റിലുണ്ട്. തിരുവനന്തപുരത്തെ NDAയിലും പ്രശ്നങ്ങളുണ്ട്. 11 സീറ്റ് ആവശ്യപ്പെട്ട BDJSന് 3 സീറ്റുകളാണ് നൽകിയത്. വട്ടിയൂർക്കാവ്, എടവക്കോട് സീറ്റുകൾ വേണമെന്ന BDJSന്റെ ആവശ്യവും BJP അംഗീകരിച്ചില്ല. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 പാലക്കാട്. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. അവിടെ VCയെ തടഞ്ഞുവെച്ച് SFIയുടെ പ്രതിഷേധം.
ജാതി അധിക്ഷേപം നടത്തിയ ഡീനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. കാറിൽ കയറിയ VC മോഹൻ കുന്നുമലിനെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു ഇപ്പോൾ പ്രതിഷേധക്കാർ. VC മോഹൻ കുന്നുമൽ കാറിൽ തന്നെ ഇരിക്കുന്നത് കാണാം. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധക്കാർ. സഫ്വാൻ VP, സഫ്വാൻ, എന്താണ് സംഭവിക്കുന്നത്? ഷൈഫു, കേരള സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ VC മോഹൻ കുന്നുമ്മലിന്റെ വാഹനം തടഞ്ഞാണ് SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. നേരത്തെ സർവകലാശാല ആസ്ഥാനത്ത് വലിയ രീതിയിൽ പ്രതിഷേധം, ഡീൻ വിജയകുമാരിക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ ഡീൻ വിജയകുമാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സെനറ്റ് യോഗങ്ങളിലടക്കം ഈ VC മോഹൻ കുന്നുമ്മൽ സ്വീകരിച്ചതെന്ന് ആരോപിച്ചാണ് SFI ഇപ്പോൾ സെനറ്റ് യോഗം കഴിഞ്ഞ് മടങ്ങുന്ന മോഹൻ കുന്നുമ്മൽ വാഹനം തടയുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ വാഹനത്തിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. VCയുടെ വാഹനം കടന്നു പോകാതിരിക്കാൻ സ്വീകരിക്കുകയാണ്. VC വാഹനത്തിലുണ്ട്. വലിയൊരു സംഘർഷ സാധ്യത നിലവിൽ ഇപ്പോൾ ഉണ്ട്. പോലീസ് തടയുന്നുണ്ട്. ആ അർത്ഥത്തിൽ SFIയുടെ ഒരു പ്രതിഷേധം തുടരുകയാണ്. വലിയ സംഘർഷ സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. VCയുടെ വാഹനം കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് SFI നേതാക്കൾ ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ VC മോഹൻ കുന്നുമലിന്റെ വാഹനം തടഞ്ഞുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയി വലിയ സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ജാതി അധിക്ഷേപം നടത്തിയ ഡീനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഇന്ന് കേരള സർവകലാശാലയിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. VC ഡോക്ടർ മോഹൻ കുന്നുമൽ ഇപ്പോഴും വാഹനത്തിനകത്ത് തന്നെയാണ്. പ്രവർത്തകരെ വാഹനത്തിന് മുന്നിൽ നിന്ന് മാറ്റാൻ പോലീസ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. എന്തായാലും എന്താണ് VCയുടെ അടുത്ത നീക്കം, പോലീസിൻ്റെ അടുത്ത നീക്കം, പ്രവർത്തകരെന്ത് പ്രതികരണം ഉണ്ടാകും എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. തള്ളി നീക്കാൻ ശ്രമിക്കുന്ന പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെയും കാണാം. സഫ്വാൻ VP തുടരുന്നുണ്ട്. സഫ്വാന്, എന്തായിരിക്കും പോലീസിൻ്റെ അടുത്ത നീക്കം? വാഹനം ഒട്ടുമേ മുന്നോട്ട് നീക്കാൻ പറ്റാത്തൊരവസ്ഥയാണോ? നിലവിൽ ഇപ്പോൾ വാഹനം കടത്തിവിടില്ലെന്ന നിലപാടാണ് SFI പ്രവർത്തകർ സ്വീകരിക്കുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ അടക്കം നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. വാഹനം ഒരു അടി മുന്നോട്ട് നീക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് SFIയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നത്. എന്നാൽ പോലീസ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്നാൽ അത് വലിയൊരു തർക്കത്തിലേക്ക് കലാശിക്കുകയാണിപ്പോൾ. കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. VC ഇപ്പോഴും വാഹനത്തിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ഈ പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നീക്കുന്നതിനിടയിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും VC വാഹനത്തിലുണ്ട്. കഴിഞ്ഞ നേരത്തെ സെനറ്റ് യോഗങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇടത് സെനറ്റ് അംഗങ്ങൾ
വിഭാഗങ്ങൾ ഡീൻ വിജയകുമാരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് VC സ്വീകരിക്കുന്നത്. ആ അർത്ഥത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, ജാതി അധിക്ഷേപ പരാതിയുള്ള ഗുരുതരമായ ആരോപണമുള്ള ഡീനിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ VCക്കെതിരെയും പ്രതിഷേധം ഉണ്ടാകും, തുടരുമെന്ന് ഇടത് സിൻഡിക്കേറ്റുകൾ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങൾ പുറത്തു വന്ന് ഇത്തരത്തിൽ വീണ്ടും ജാതി അധിക്ഷേപ പരാമർശം നടത്തുകയും അത്തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ പരാതിക്കാരന് എതിരായി സംസാരിക്കുന്ന ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത്. ഇതിന് പിന്നാലെ സർവകലാശാല ആസ്ഥാനത്ത് പിന്നീട് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് സെനറ്റ് യോഗം കഴിഞ്ഞ് സെനറ്റ് അംഗങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡീൻ വിജയകുമാരിയും വിജിൻ സർവകലാശാല. ശരി സഫ്വാൻ, വിജിൻ വായാന്തൂർ കൂടി ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് സംഭവിക്കുന്നത്? നിഷാദ്, ഏതായാലും വലിയ പ്രതിഷേധമാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിനെതിരെ SFI ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് യോഗവും ഒപ്പം തന്നെ അതിനുശേഷം മറ്റൊരു യോഗവും കഴിഞ്ഞ് VC പുറത്തേക്കിറങ്ങാൻ നേരം മെയിൻ കവാടത്തിന്റെ മുന്നിൽ SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് VC പിറകുവശത്ത് സെനറ്റ് ഹാളിന് സൈഡിലുള്ള വഴിയിലൂടെ പുറത്തേക്കിറങ്ങി വാഹനത്തിൽ കയറിയത്. വാഹനത്തിൽ കയറിയ ഉടൻ തന്നെ SFI പ്രവർത്തകർ ചാടി വീഴുകയും വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കുകയുമാണ് ചെയ്തത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും പിറകുവശത്ത് കൂടി സമാധാനത്തോടെ പോകുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധത്തിലേക്ക് SFI പ്രവർത്തകർ ആ ഭാഗത്തേക്ക് ചാടിയെത്തിയത്. ഇപ്പോൾ വലിയ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ജാതി അധിക്ഷേപം നടത്തി ഡീൻ വിജയകുമാരി ജാതി അധിക്ഷേപം നടത്തിയെന്നും അവരെ ഡീൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സർവകലാശാലയിലേക്കുള്ള മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദാണ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം അകത്ത് പ്രതിഷേധിക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ VC മോഹനൻ കുന്നുമലിനെ തന്നെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിന്റെ കാർ തടഞ്ഞു വെക്കുന്ന നിലയിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഡീനിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SFI പ്രവർത്തകർ. നേരത്തെ സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളും വലിയ പ്രതിഷേധം പ്ലക്കാർഡുകളും ബാനറും ഉയർത്തിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അത്തരം പ്രതിഷേധങ്ങളെ ഒന്നും വകവയ്ക്കാതെ സെനറ്റ് യോഗത്തിന്റെ നടപടികൾ പൂർത്തീകരിച്ച് സെനറ്റ് യോഗം അവസാനിപ്പിക്കുകയായിരുന്നു VC ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ SFI പ്രവർത്തകർ VCയെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെയും പലതവണ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെ ഈ VC മോഹനൻ കുന്നുമലിനെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അധികം വിദ്യാർത്ഥികൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഏകദേശം 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയാണ് വാഹനം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പോഴും മോഹനൻ കുന്നുമൽ കാറിനകത്തിരിക്കുകയാണ്. ഫോണിൽ ആരുമായിട്ടോ ആശയവിനിമയം നടത്തുകയാണ് മോഹനൻ കുന്നുമൽ ചെയ്യുന്നത്. പോലീസിന് വിദ്യാർത്ഥികളെ പിടിച്ചുമാറ്റാൻ കഴിയാത്ത അത്രയും നിലയിൽ ഉള്ള പ്രതിഷേധമാണ് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, ശരി, എന്തായാലും സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ VC ഡോക്ടർ മോഹൻ കുന്നുമൽ പുറത്തേക്ക് പോകാൻ വേണ്ടി കാറിൽ ഇറങ്ങിയ നിമിഷമാണ് കാറിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ ചാടി വീണതും വാഹനം തടഞ്ഞതും. ഇപ്പോഴും VCക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണുള്ളത്. പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് നീക്കാൻ പോലീസിനും സാധിക്കുന്നില്ല. അതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തകർ സഹകരിക്കുന്നില്ല. ഇനി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളിലേക്കാണ് കടക്കുന്നത് പോലീസ്. അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുന്നു. എന്തായാലും VC ഇപ്പോഴും കാറിനകത്ത് തന്നെയാണുള്ളത്. ഒരു കാരണവശാലും വാഹനത്തെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് SFI പ്രവർത്തകരുള്ളത്. ജാതി അധിക്ഷേപം നടത്തിയ ഡീനിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഒപ്പം ഡീനിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചതിലുമാണ് ഇപ്പോൾ SFI VCക്കെതിരെ ഒരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കാരണം. നേരത്തെ സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങളും സമാനമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. പ്ലക്കാർഡുകളുമായാണ് സെനറ്റ് യോഗത്തിലേക്ക് ഇടത് അംഗങ്ങൾ എത്തിയിരുന്നത്. അവിടെ ഇടത് അംഗങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെയാണ് പുറത്ത് SFI പ്രവർത്തകർ VCക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്.
പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ പൂർണ്ണമായി മാറ്റി ഇപ്പോൾ വാഹനം കടത്തിവിട്ടിരിക്കുന്നു. PC ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ വാഹനം ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നു. പിറകെ SFI പ്രവർത്തകർ നീങ്ങുന്നുണ്ട്, പോലീസും പിറകെയുണ്ട്. ഇതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും സംഘർഷ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ക്യാമ്പസ് കടന്നിട്ടില്ല ഇപ്പോഴും. VCയുടെ വാഹനം എന്നതുകൂടി കാണണം. വിജിൻ വായാന്തോട് വിശദാംശങ്ങളുമായി ചേരുന്നു. വിജിൻ, രണ്ടിടങ്ങളിൽ നിന്ന് VCയെ കടത്തിവിട്ടെങ്കിൽ കൂടിയും പലയിടങ്ങളിലായി SFI പ്രവർത്തകർ VCയുടെ വാഹനം തടഞ്ഞു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോഴും VCക്ക് ക്യാമ്പസ് വിട്ട് പുറത്തേക്ക് കടക്കാനായിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്? വിജിൻ, കേൾക്കാമോ? വിജിൻ, കേൾക്കാമെങ്കിൽ വാഹനം ഇപ്പോൾ പൂർണ്ണമായും കടത്തിവിട്ടോ? വാഹനം ഇപ്പോൾ പുറത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നു. മൂന്നോ നാലോ ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ VCയുടെ വാഹനം തടഞ്ഞിട്ടത്. പലയിടങ്ങളിൽ നിന്നും പോലീസ് പ്രവർത്തകരെ മാറ്റി വാഹനം കടത്തിവിടാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം കണ്ടിരുന്നു. സഫ്മാൻ VP ഉണ്ട്. സഫ്മാൻ, ഇപ്പോൾ പ്രതിഷേധക്കാരെ കടന്ന് ഈ വാഹനം പൂർണ്ണമായും പുറത്തേക്ക് പോകാൻ കഴിഞ്ഞോ? അല്പം മുമ്പ് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വീശി കടിഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. എന്നാലും SFI പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുകയാണ്. ഈ VC മോഹനൻ കുന്നുമ്മൽ ഈ ജാതി അധിക്ഷേപ പരാമർശം നടത്തിയ ആരോപണമുള്ള ഡീനെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചാണ് നേരത്തെ സെനറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങൾ ഉയർത്തിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ നേതൃത്വത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായത്. അത് ഒരു തവണ ഡീൻ VCയുടെ വാഹനം തടയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു 15 മിനിറ്റോളം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ VCയുടെ വാഹനം സർവകലാശാല ആസ്ഥാനം വിടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നത്. വലിയ പോലീസ് വിന്യാസം ഉണ്ടായിട്ടും പോലീസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പിന്നീട് ലാത്തി വീശേണ്ട ഒരു സാഹചര്യം വന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇതെല്ലാം മറികടന്ന് പോലീസ് വളരെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ നീക്കിയത്. അങ്ങനെ ഒരു 15 മിനിറ്റോളം സമയം ഈ സംഘർഷം സാധ്യത അവിടെ
അവിടെ ഉണ്ടായിരുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അല്പം മുമ്പ് ഇപ്പോൾ VC-യുടെ വാഹനം പോലീസ് ഇടപെട്ട് സർവകലാശാല ആസ്ഥാനത്ത് നിന്നും പുറത്തു പോയിട്ടുണ്ട്. ഇതിന് ശേഷവും സർവകലാശാല പുറത്ത് എത്തി, റോഡിലെത്തി SFIയുടെ നേതൃത്വത്തിൽ, SFI നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. നേരത്തെ ഈ സെനറ്റ് യോഗത്തിൽ നിന്ന് വന്നിരുന്ന BJP അംഗങ്ങൾ നടത്തിയ ദളിത് വിരുദ്ധ ജാതി പരാമർശത്തിനെതിരെ SFI ആ സമയം തന്നെ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയവും ഡീൻ വിജയകുമാരിക്കെതിരെയുള്ള പരാതിയും ഉയർത്തിക്കൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചത്. ആ പ്രതിഷേധം വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഈ VC-ക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. VC-യാണ് ഇതിന്റെ ഒത്താശ ചെയ്യുന്നത്. സർവകലാശാലയുടെ ഭരണപ്രതിസന്ധിക്ക് നിലവിലെ കാരണക്കാരൻ VC-ആണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പ് VC മോഹൻകുന്നന്റെ വാഹനം സർവകലാശാല ആസ്ഥാനം കടന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. വലിയൊരു സംഘർഷ സാധ്യത തന്നെയാണ്. ഒരു 15 മിനിറ്റോളം സർവകലാശാല ആസ്ഥാനത്ത് VC-യുടെ വാഹനം തടയലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. തീർച്ചയായും അരമണിക്കൂറോളം നീണ്ട സംഘർഷ സാഹചര്യത്തിന് ശേഷം ഇപ്പോൾ സർവകലാശാല ക്യാമ്പസ് വിട്ട് VC-യുടെ വാഹനം പുറത്തേക്ക് പോയിരിക്കുന്നു. മിനിറ്റുകളോളമാണ് SFI പ്രവർത്തകർ VC-യെ തടഞ്ഞുവെച്ചത്. പോലീസ് കാര്യമായി